വെൽക്കം ടു NRI വേൾഡ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആശങ്ക വർദ്ധിപ്പിച്ച് ഫാസ്റ്റ് ട്രാക്ക് വിസ നിർത്തലാക്കിയിരിക്കുകയാണ് കാനഡ. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ വിസ ലഭിക്കാൻ ഇനി ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ വിദേശ വിദ്യാർത്ഥികൾക്ക് അതിവേഗം വിസ ലഭിച്ചിരുന്ന SDS വിസ പദ്ധതി അവസാനിപ്പിച്ചിരിക്കുകയാണ് കാനഡ. ജനപ്രിയ സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം പ്രോഗ്രാം അവസാനിപ്പിച്ചത് ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി മാറി. ചൈന, പാകിസ്ഥാൻ, ബ്രസീൽ, കൊളംബിയ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ബാധകമായ അതിവേഗ വിസ പദ്ധതിയാണ് നിർത്തലാക്കിയത്. വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ വിസ ലഭിക്കുന്നതിനായി 2018 കൊണ്ടുവന്ന പദ്ധതിയാണിത്. ലളിതമായ നടപടിക്രമങ്ങളായിരുന്നു ഇതിന്റെ പ്രത്യേകത. ഭാഷയും സാമ്പത്തിക പ്രതിബദ്ധതയും മാത്രമായിരുന്നു ഈ പദ്ധതിയിൽ കാനഡ പരിഗണിച്ചിരുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ അവസരവും സുതാര്യതയും ഉറപ്പാക്കുന്നതിനും പദ്ധതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് SDS നിർത്തലാക്കുന്നതെന്നാണ് കനേഡിയൻ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സാധാരണ സ്റ്റുഡന്റ് പെർമിറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പദ്ധതി നിർത്തലാക്കിയതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വെൽക്കം ടു വിയറ്റ്നാം. ഇന്ത്യക്കാരെ ആകർഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് വിയറ്റ്നാം ടൂറിസം വകുപ്പ്. സഞ്ചാര ഭൂപടം പരിശോധിച്ചാൽ ഇന്ത്യക്കാരെത്താത്ത രാജ്യങ്ങളില്ല. പല രാജ്യങ്ങളുടെയും ടൂറിസം വരുമാനം നിശ്ചയിക്കുന്നത് തന്നെ ഇന്ത്യക്കാരാണ്. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് വിയറ്റ്നാം. മെച്ചപ്പെട്ട കണക്ടിവിറ്റി, യാത്രാ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുകയാണ് രാജ്യം. 2019 അപേക്ഷിച്ച് 500% വർധനയാണ് വിയറ്റ്നാമിലേക്കുള്ള ട്രാവൽ ബുക്കിങ്ങുകളിൽ ഉണ്ടായിരിക്കുന്നത്. വിയറ്റ്നാം നാഷണൽ അതോറിറ്റി ഓഫ് ടൂറിസത്തിന്റെ കണക്കുകൾ പ്രകാരം 2023 3,92,000 ഇന്ത്യൻ സന്ദർശകരാണ് രാജ്യത്തെത്തിയത്. 2019 അപേക്ഷിച്ച് 3 ഇരട്ടി വർധന. മറ്റു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിയറ്റ്നാം ആകർഷകമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകുന്നത്. പ്രായ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് സിംഗപ്പൂർ. ഇവിടേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവ് കഴിഞ്ഞ മാസം 1 ദശലക്ഷത്തിലെത്തി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഉറവിടം ടൂറിസമാണ്. ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ മുൻപന്തിയിൽ ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇവിടെ എത്തിയ ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഒക്ടോബറിൽ 1 ദശലക്ഷം കടന്നതായി സിറ്റി സ്റ്റേറ്റ് ടൂറിസം ബോഡി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെ ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ 12% വർധനവുണ്ടായി. ഈ നാഴികക്കല്ല് രാജ്യത്തെ ശക്തമായ ടൂറിസം വീണ്ടെടുക്കലിനെ പ്രതിഫലിപ്പിക്കുന്നു. ശക്തമായ കണക്ടിവിറ്റിയും വിവിധ സന്ദർശക വിഭാഗങ്ങൾക്ക് നൽകുന്ന വൈവിധ്യമാർന്ന അനുഭവങ്ങളും ഇന്ത്യക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട എയർലൈനായ സിംഗപ്പൂർ എയർലൈൻസിന്റെ പ്രധാന വിപണിയായി ഇന്ത്യ തുടരുന്നു. ഇവരുടെ ലോകോത്തര സേവനം ഇന്ത്യൻ യാത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട എയർലൈനുകളിൽ ഒന്നാക്കി മാറ്റി. സിംഗപ്പൂരിനായുള്ള തിരയലുകൾ വർഷം തോറും 11% വർദ്ധിച്ചുവെന്ന് പ്രമുഖ ട്രാവൽ വെബ്സൈറ്റായ മേക്ക് മൈ ട്രിപ്പ് വെളിപ്പെടുത്തുന്നു. കാർഷിക പഠനത്തിനായി വിദേശത്ത് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. കാർഷിക മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് ഡിമാൻഡിന് കാരണമായി. യൂറോപ്യൻ യൂണിയന്റെ ഫാം ടു ഫോർക്ക് നയവും ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളും കാർഷിക വിദഗ്ധർക്ക് വലിയ ഡിമാൻഡ് സൃഷ്ടിച്ചത് ഈ മേഖലയോടുള്ള താൽപര്യം കൂടാൻ കാരണമായി. കാനഡ, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ആധുനിക കാർഷിക രീതികളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് അതിവേഗ സ്ഥിരതാമസ വിസകൾ നൽകുന്നത് മറ്റൊരു കാരണമാണ്. കാർഷിക മേഖലകളിൽ നിന്നും നഗര കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൃഷിയും അനുബന്ധ മേഖലകളും പഠിക്കാൻ വിദേശത്തേക്ക് കൂടുതലായി പോകുന്നതായി റിപ്പോർട്ട്. സുസ്ഥിര കാർഷിക രീതിക്കായുള്ള ആഗോള ആവശ്യം, ഭക്ഷ്യ ഉൽപാദനത്തിലെ സാങ്കേതിക കണ്ടുപിടുത്തം എന്നിവയാണ് ലക്ഷ്യം. കാനഡയിലെ അഗ്രി ഫുഡ് പൈലറ്റ്, അഗ്രോണമി, പ്രിസിഷൻ അഗ്രികൾച്ചറൽ മുതൽ അഗ്രിടെക്, ഫുഡ് സയൻസ് വരെയുള്ള കോഴ്സുകളിൽ അഡ്മിഷൻ വർദ്ധിച്ചിട്ടുണ്ട്. 2020 മുതൽ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ
30% വാർഷിക വർധനവാണ് രേഖപ്പെടുത്തിയത്. 2023-ൽ 75% വർധനവുണ്ടായതായാണ് റിപ്പോർട്ട്. UAE-യിൽ പേറ്റന്റ് ട്രേഡ്മാർക്ക് മേഖലകളിൽ കുതിപ്പ്. സംരംഭകർക്ക് മികച്ച അവസരം നൽകിയത് രാജ്യത്തെ വളർച്ചയിലേക്ക് നയിച്ചു. സംരംഭകർക്കും ഗവേഷണങ്ങൾക്കും UAE നൽകിയ മികച്ച അന്തരീക്ഷവും അവസരങ്ങളുമാണ് വളർച്ചയ്ക്ക് കാരണമായത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി രജിസ്ട്രേഷനിൽ 34.3%, ട്രേഡ്മാർക്ക് രജിസ്ട്രേഷനിൽ 39.12% വളർച്ചയുണ്ടായി. 8% രജിസ്റ്റർ ചെയ്ത പേറ്റന്റുകളുടെ എണ്ണത്തിലെ വളർച്ച. കഴിഞ്ഞ മാസം വരെ 18,175 ട്രേഡ്മാർക്കുകളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ട്രേഡ്മാർക്കുകളുടെ എണ്ണം ഇതോടെ 3.56 ലക്ഷമായി. രജിസ്റ്റർ ചെയ്ത പേറ്റന്റുകൾ, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റുകൾ, വ്യാവസായിക ഡിസൈനുകൾ എന്നിവയിൽ 8% വർധനവുണ്ടായതായും സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് 2024 സെപ്റ്റംബർ അവസാനത്തോടെ 15,051 ആഗോള പ്രതിഭകൾക്കായുള്ള ലോകത്തിലെ മികച്ച 10 ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി UAE മാറ്റുകയാണ് ലക്ഷ്യം. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. പുതിയ താമസ കുടിയേറ്റ കരടു നിയമ ഭേദഗതിക്ക് കുവൈറ്റ് മന്ത്രിസഭ അംഗീകാരം നൽകി. മനുഷ്യക്കടത്ത്, സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടുക, വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുക എന്നിവയ്ക്ക് പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കൾ ദേശീയ ചിഹ്നങ്ങളും രാജകീയ മുദ്രകളും ഉപയോഗിക്കുന്നതിന് അനുമതി വേണമെന്ന് ഒമാൻ വാണിജ്യ മന്ത്രാലയം. നിയമലംഘകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. കുവൈറ്റിന് പുതിയ ഔദ്യോഗിക ലോഗോ. രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നീല നിറവും ഉൾപ്പെടുത്തിയതാണ് പുതിയ രൂപം. ദുബായിൽ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കും. 3100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 42,000 ലാൻഡിങ്ങുകളും 1,70,000 യാത്രക്കാരെയും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. UAE ദേശീയ ദിനാഘോഷങ്ങൾ ഇനി ഈദ് അൽ ഇത്തിഹാദ് എന്ന് ദ്യോഗികമായി അറിയപ്പെടും. ഡിസംബർ 2-നാണ് UAEയുടെ 53ാമത് ദേശീയ ദിനം. പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട ബോറ ബോറ ദ്വീപിന്റെ വിശേഷങ്ങൾ അറിയാം. ന്യൂഡിൽസും അരിയും ചേർന്ന് വരുന്ന രുചികരമായ ഭക്ഷണം. തായ്ലാൻഡിന്റെ ദേശീയ വിഭവം ഏതാണെന്ന് നോക്കാം. ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.